ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ള് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് ഇന്ന് ഞങ്ങളുടെ ഷോർട്ട് ഫിലിം ഡബ്ബിംഗ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അതാണ് കൊച്ചുളുപ്പാൻ കാലത്ത് ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ ട്രെയിൻ എന്തായാലും വന്നു കഴിഞ്ഞ് ട്രെയിനുള്ളിൽ ഞങ്ങൾ ടീംസ് എല്ലാവരും അതിനകത്തുണ്ട്. ഡയറക്ടറും പ്രൊഡ്യൂസറും എന്താ പറയുക, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാ മെമ്പേഴ്സും ഉള്ളിലുണ്ട്. അവർ ഞങ്ങൾക്ക് വേണ്ടി നേരത്തെ സീറ്റ് പിടിച്ചിട്ടുള്ളത് കൊണ്ട് അതുപോലെ തന്നെ ട്രെയിൻ യാത്ര എനിക്ക് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നമ്മൾ കുറച്ച് നേരമൊക്കെ ട്രെയിനൊക്കെ പിടിച്ചിടും. പക്ഷെ ഇന്നെന്തായാലും അങ്ങനത്തെ സംഭവിച്ചില്ല. അതിന് സർക്കാരിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഞങ്ങളെല്ലാം ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ഷൈച്ചേട്ടനാണ് ഇപ്പോൾ ക്യാമറ പിടിച്ചിരിക്കുന്നത്. പിന്നെ നിയാസ് ഉണ്ട്, സുകുമാരേട്ടനുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഷഹൂദ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയ ഒരു വൈറൽ താരമായി ഷിജു പള്ളിപ്പുറം. ഇപ്പോൾ നല്ല എയറിൽ നിൽക്കുന്ന ഒരാളാണ്. യൂട്യൂബിലും ഇൻസ്റ്റയിലും ഓൺലൈൻ ഇതൊക്കെ ആയിട്ട് നന്നായിട്ട് എയറിൽ നിൽക്കുന്ന ഒരു വൈറൽ താരമാണ് ഷിജു പള്ളിപ്പുറം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഷോർട്ടിൽ അഭിനയിക്കാൻ പറ്റിയത് ഞാൻ താങ്ക്സ് പറഞ്ഞു കൊള്ളുന്നു. എന്തായാലും കേൾക്കട്ടല്ലേ, അങ്ങനെ ഇരിക്കട്ടെ. ഇതാണ് ഞങ്ങളുടെ മെയിൻ പ്രൊഡ്യൂസർ നസീമ. ഇതിനകത്തൊരു വേഷം ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മയാണ് ചെയ്തത്. ഞങ്ങൾ ഡയറക്ടർ ലച്ചു കാറ് കിട്ടിയില്ല, കിട്ടിയ ഓട്ടോയിൽ കയറി പോകുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പിന്നെ ഡബിങ് ചെയ്യാനുള്ള സീൻ എന്താണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഞങ്ങൾക്ക് ഡയറക്ടർ ലച്ചു മാഡം പറഞ്ഞു തരികയാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ഷഹൂദ് ഒരിടം ഞാൻ പറഞ്ഞു, ഒന്നുകൂടി ഞാൻ ഉറപ്പിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അത് കേൾക്കേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരൻ എടുത്തെടുത്ത് പറയുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ മുത്തശ്ശിയായിട്ട് അഭിനയിച്ച ഗീതമ്മ എത്തിയിട്ടുണ്ട്. പ്രൊഡ്യൂസർ ഹഗ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്നുകൂടി ഈ ടീം എല്ലാവരും കൂടെ ഒന്നിച്ചു കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും നല്ല ഹാപ്പിയായി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്താ പറയുക, നല്ലൊരു ഹാപ്പി ആയിട്ട്, ചിലർ നല്ല സന്തോഷമായിട്ടോ ഞങ്ങളെല്ലാവരും ഹാപ്പിനെസ് അങ്ങനെ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോയി രാവിലത്തെ ചായ എല്ലാം കുടിച്ചു വന്ന് സ്റ്റുഡിയോ ഓപ്പണായി. അങ്ങനെ ടീമെല്ലാം ഡബ്ബിങ് കൊടുക്കാനായിട്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ ഫസ്റ്റ് ഡബ്ബിങ് കൊടുത്തപ്പോൾ തന്നെ ടൈം ഒത്തിരി എടുത്തു. കാരണം വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോൾ അങ്ങനെ ഞങ്ങളെന്താ പറയുക, പിന്നെ ആദ്യത്തെ ഉണ്ടാകുന്ന ആ ഉന്മേഷമൊക്കെ കുറഞ്ഞു. പതുക്കെ എല്ലാവരും ഇരുന്നുറങ്ങാനും ഒക്കെ തുടങ്ങി. ആദ്യം ഉണ്ടാകുന്ന ആക്റ്റീവ് എല്ലാവരും മാറി ഇരുന്നുറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇരുന്നുറങ്ങി വേഗം കിടന്നുറങ്ങാൻ തുടങ്ങി. കാരണം വിശപ്പ് തുടങ്ങി എല്ലാവർക്കും. അങ്ങനെ എല്ലാവരും എല്ലാവരും വാടിക്കോളി. ഞാനൊക്കെ ഇച്ചിരി തിളർന്നു പോയി. എന്നിട്ട് പാവം പ്രൊഡ്യൂസറൊക്കെ അവിടെ കിടന്നുറങ്ങുകയാണ്. വിശന്ന് കാരണം പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണല്ലോ വിചാരിച്ചിട്ട് ഞങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് പ്രൊഡ്യൂസർ ബിരിയാണി ഓഫർ ചെയ്ത് ഞങ്ങളൊക്കെ പോയി ബിരിയാണിയൊക്കെ കഴിച്ച് നല്ലതാണ്. എല്ലാവർക്കും നല്ല ഉഷാറ് വന്നു. വീണ്ടും നല്ല ആക്റ്റീവായി, നല്ല എനർജറ്റിക്കായി. പിന്നെ ചിരിയായി, കളിയായി, ഡബ്ബിങ് ഒക്കെ ഹാപ്പിയായി അടിപൊളിയാക്കി. പിന്നെ ഓരോരുത്തരും ഓരോരോ ഡ്യൂട്ടി ചെയ്തു. ഓരോരുത്തർക്കും ആരൊക്കെയാണ് വോയിസ് കൊടുക്കേണ്ടത്, ഡബ്ബിങ് ചെയ്യേണ്ടത് എല്ലാവരും കറക്റ്റായിട്ട് പ്രൊഡ്യൂസർ നസീമ കൊടുത്തു ഓൾഡ് സൗണ്ട്. അതുപോലെ എൻ്റെ സൗണ്ട് ഞാൻ കൊടുത്തു, ഹസ്ബൻഡ്, എല്ലാവരും അങ്ങനെ ഓരോരുത്തർ ഉണ്ടായി. എനിക്കാണെങ്കിൽ ഞാനൊരു സൈക്കോ ആണ് അതിൽ. അപ്പോൾ അതിലെനിക്ക് ഈ മുക്കലും മുളലും മാത്രമേ ഉള്ളൂ. ഞാൻ ഭംഗിയായി ചെയ്തു എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇത് ഭംഗിയായോ ഇല്ലയോ എന്നുള്ളത് പ്രേക്ഷകരായി നിങ്ങൾ വേണം ഇതിന് പറയാൻ. അപ്പോൾ എന്തായാലും അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ തന്നെ ഞങ്ങൾ റിലീസാക്കും. എല്ലാവരും ടീസറൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഞങ്ങളുടെ ഈ ഫുൾ ഷോർട്ട് ഫിലിം എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പരമാവധി കമൻറ്റൊക്കെ എല്ലാവരും ചെയ്യുക, എന്താ പറയുക, ഷെയർ ചെയ്യുക. ഇനിയും ഞങ്ങൾക്ക് ഇതുപോലെ വർക്ക് കിട്ടാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, ഇത് നമ്മുടെ കിസ്മത്ത് വിഷൻ യൂട്യൂബ് ചാനലാണ് ഞങ്ങളിത് ഇറക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക്